പക്ഷേ നൗഷാദ് അലി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആര് എവിടെ കൊത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി, മാറാട്, BJP-യെ ആരകറ്റി നിർത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാമുദായിക വിഷയങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശനെ എൻഡോസ് ചെയ്യുന്നത് ആര്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നോക്കൂ, ഒരു 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കേരളം ആന്റി ഇൻകംബൻസിയുടെ ഒരു ഹോമാണ്. വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉള്ള ഒരു സംസ്ഥാനമാണ് പരമ്പരാഗതമായി കേരളം. അപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട, സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടയിടത്ത് സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്താൽ ആർക്കാണ് ഗുണം, ആർക്കാണ് നേട്ടം? കോൺഗ്രസ് ആ കുടുക്കിൽ പോയി വീഴേണ്ട കാര്യമുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ്, ഈ പറഞ്ഞ വർഗീയ വിഷയങ്ങളും ആ കാർഡും ഒക്കെ ഇവരെ എടുത്തിട്ടാലും അതിൻ്റെ നേട്ടം ഞങ്ങൾക്കേ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ വസീഫയും മറ്റത്തൂരും ഇങ്ങനെ ശൂന്യതയെന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നേ ദിവസം റജി ലൂക്കോസ് പോകുന്നു, അട്ടപ്പാടി ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പോകുന്നു. ഇന്നത്തെ ദിവസമെങ്കിലും ഒരു വിനയമൊക്കെ കാണിക്കണം സുഹൃത്തെ. നിങ്ങൾ ഇന്നും ഈ ഇല്ലാത്ത മറ്റത്തൂരെന്നൊക്കെ പറയുന്ന നിങ്ങളുടെയൊക്കെ ഒരു ഉളുപ്പില്ലായ്മ ഓർത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. പിന്നെ അഭിലാഷ്, ഇവിടെ എല്ലായ്പ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നൊരു വിഷയമുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ അതിൻ്റെ ഒരു സീക്വൻസ് എന്നെടുത്ത് പരിശോധിച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത, വോട്ട് ചെയ്യാത്തൊരു പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഘടനയായിരുന്നു. 975 ഇന്ദിരാഗാന്ധി അവരെ നിരോധിച്ചു. 977 അവർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ട് തുടങ്ങിയത്. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മുഖ്യ അജണ്ട. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തത് ജനസംഘം ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിക്കും CPM-നുമായിരുന്നു. ഈ രണ്ടും ചേർന്ന സഖ്യത്തിനായിരുന്നു. ഇവിടെയുള്ള ശ്രീപത്മനാഭന്റെ പാർട്ടിക്കാരും ഈ പറഞ്ഞ CPM-കാരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇവരുടെ കന്നി വോട്ടിൻ്റെ ഗുണഭോക്താക്കൾ. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി, ISS, മഅ്ദനി, അത് കഴിഞ്ഞ് PDP, MDP, ഇങ്ങനെ മുസ്ലിം പരിസരത്ത് നിന്ന് ഉയർന്നു വരുന്ന എല്ലാ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരിക്ക്, മൂർക്കമ്പാമ്പ് വരെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ലീഗിനെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്ന് കാലങ്ങളോളം ഗവേഷണം നടത്തി മുന്നോട്ട് പോയിട്ടുള്ളൊരു പാർട്ടിയാണ് ഇവര്. 2014 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തിലേക്ക് വന്നത്. അപ്പോഴേക്കും ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമി വർജ്യവസ്തുവായി, വെൽഫെയർ പാർട്ടി തൊട്ടുകൂടാത്തതായി. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇവരിങ്ങനെ പറയുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് ആവർത്തിച്ചതുകൊണ്ട് ഈ ദേശാഭിമാനിയുടെ മുഖപ്രസംഗവും പിണറായി വിജയന്റെ പല പത്രസമ്മേളനമൊന്നും ഞാനിവിടെ ആവർത്തന വിരസത ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഉദ്ധരിക്കുന്നില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞ ആളുകൾ അവരെ തെറ്റിപ്പിരിഞ്ഞ് പോയപ്പോൾ പെട്ടെന്ന് അവരെ തീവ്രവാദികളാക്കി ചാപ്പ കുത്തി മുന്നോട്ട് വരുമ്പോൾ എത്രമാത്രം അന്തസ്സാര ശൂന്യരാണ് ഈ CPM എന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഇവരെ മാറാട് കലാപത്തെ പറ്റിയും ആളുകൾ മരിച്ചു വീണതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ 2 കൊല്ലമാണ് 57 തൊട്ട് 59 വരെ EMS മരിച്ചത്. 1036 ആളാണ് പോലീസിന്റെ വെടിയേറ്റ് ഈ നാട്ടിൽ മരിച്ചു വീണത് 2 കൊല്ലം കൊണ്ട്. എത്രയോ പേര് അല്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ബംഗാൾ മോഡൽ മരണങ്ങളൊക്കെ അന്ന് ഈ കേരളത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ മനുഷ്യരും ചേർന്ന് വിമോചന സമരം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പശ്ചാത്തലമുള്ള ഈ ആളുകളൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കാണുമ്പോൾ ചരിത്രം അവരെ തിരിഞ്ഞു നോക്കി കൊഞ്ഞനം കുത്തുകയാണ് എന്ന് അവരറിയാതെ പോവുകയാണ്. എനിക്ക് CPM-മാരോട് പറയാനുള്ളത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വർഗീയതയെ ഇങ്ങനെ പുണരരുത്. നിങ്ങളിവിടെ പിന്നെ എത്രയോ നേതാക്കളുടെ പേര്, എത്രയോ പാർട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയത ഉണ്ടാക്കിയ ആളുകളാണ്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും, അത് കഴിഞ്ഞിട്ട് ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയും, ഇങ്ങനെയൊക്കെയുള്ള നരേറ്റീവുകൾ 2016-ലും 2021-ലും വിജയം നേടിക്കൊടുത്തു എന്ന ഊറ്റത്തിൽ നിന്നാണ് ഇന്ന് വീണ്ടും മാറാടുമായിട്ട് പിണറായി വിജയൻ വിജയിക്കുമോ? 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി പരാമർശം VS അച്യുതാനന്ദനിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ ഉണ്ടായത്. എന്തായിരിക്കും ഈ തവണത്തെ നറേറ്റീവ്, ഈ തവണത്തെ ആ ക്യാച്ച് വേർഡ് എന്തായിരിക്കും?